റെഫ്യൂജീസ് നിന്ന് എല്ലാരും ഇല്ലെങ്കിലും കുറച്ചുപേരൊക്കെ കൂടി ഒന്നാം ചരമവാർഷിക ഒന്നാം ആനിവേഴ്സറി ആഘോഷിക്കുന്നു. അതെ, ഞങ്ങള് ഒരു 4 പേരും കൂടെ അനുവിനെ പറ്റിച്ചിരിക്കുകയാണ്. അനുവിനോട് 40 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 1.5 മണിക്കൂർ യാത്ര ഉള്ളത് 45 മിനിറ്റ് നോണ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. കുറെ ആയി ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ പോവല്ലേ, എന്തായാലും ഇന്നൊരു വ്ളോഗ് ചെയ്യാം. ഞങ്ങള് പോകുന്നത് മിൽക്കി വേ വ്യൂ പോയിന്റിലാണ്, അബുദാബി. പോയി നോക്കാം എന്താകും. അബുദാബിയിലെത്തി. അഞ്ചേച്ചിയിലെ വൈശാലിന്റെയും വീട് കാണാൻ വന്നിട്ടാണ്. അഞ്ചേച്ചി ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ പോകുന്നതിന്റെ ഇതിലാണ്. ഞാൻ റൂം കാണിച്ചു. ഞങ്ങൾക്ക് തിന്നാനുള്ള സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സാസിയോ ഇതാണ് നമ്മുടെ അബുദാബി. ഈ വണ്ടിയിലാണ് പോകുമ്പോൾ. തീർന്നില്ലേ, പോയില്ലേ, കഴിഞ്ഞില്ലേ, ടാറ്റാ. തനനാ തനനാ ക്യാമ്പിംഗ് ഏരിയയിലേക്കാണ്. എല്ലാവരും വർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് ലേറ്റായി. പക്ഷെ അതിന്റെ ഇടയിൽ ചിലര് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങള് കറക്റ്റായിട്ട് നിറവേറ്റാത്തത് കൊണ്ട് നമ്മളിപ്പോ രണ്ടാമത് കടയിൽ പോയി നിറക്കേണ്ട അവസ്ഥയുടെ നമ്മള് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഈ മണ്ണെണ്ണ വാങ്ങാൻ പോവാ. കത്തിക്കണ്ടേ, ചാർക്കോള് എല്ലാം കൊണ്ടുവന്നു, കത്തിക്കാൻ മാത്രം സാധനം കൊണ്ടുവന്നില്ല. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തിനോട് മണ്ണെണ്ണ ഉണ്ടോ? പെട്രോൾ ടാങ്ക് എല്ലാം എന്റെ കയ്യിലുണ്ട്. ലാസ്റ്റ് ചാർക്കോൾ വേണം ഇന്ന് രാവിലെ വിളിച്ചപ്പോ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് പോയപ്പോ ചാർക്കോൾ വാങ്ങി. ഉച്ചയ്ക്ക് ഞാൻ പുറത്തു പോയി വാങ്ങി പോകുന്നു. വർക്കിന്റെ ഇടയ്ക്കാണ് ഈ സാധനം വാങ്ങിയത്. ഈ തെണ്ടി രാവിലെ മുതൽ വീട്ടിൽ നിർത്തിച്ചു. എന്ത് പരിപാടി? വൈകുന്നേരം പോണം, അതുള്ളൂ. അതൊക്കെ തിരിച്ചു കൊടുക്കാം. അതല്ല, ഓനാ ഇരുമ്പ് വാങ്ങിയിട്ടില്ല. ഓൻ ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോ ആ സാധനം ഫുള്ളില്ല. ഗ്രില്ലിൽ ചെയ്യണ സാധനം
എന്നിട്ട് എന്നാ പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് മൂപ്പര് കയറി വാങ്ങി വന്നപ്പോ വരുന്നവയ്ക്ക് വാങ്ങി വന്നു. അതുകൂടി ഇല്ല ഇങ്ങടൊക്കെ മൂട്ടുനാല് തല്ലടിക്കുന്നു പേടിച്ചിട്ട് പൈസ നഷ്ടം വന്നാലും വേണ്ടില്ല അവർക്ക് കയറി വാങ്ങി വന്നു. അതേപോലെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഈ സാധനം കേടാറില്ല അവന്റെ. അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു എന്റെ പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുമോ? ഞാൻ ചിപ്പ കഴിച്ചു. ഓഫീസ് 1 മണിക്കൂർ കഴിഞ്ഞ കമ്പനി അടയ്ക്ക. എന്നെ വിളിച്ചു ചോദിക്കുക ഗ്രില്ലിന്റെ സാധനം ഉണ്ടാക്കിപ്പിക്കുമോ? അതങ്ങനെ ഒരു സാധനം. മിൽക്കി വേയിലാണ്. നമ്മുടെ ഗാലക്സിയില് നമ്മള് എർത്ത് അല്ലാതെ ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഒക്കെ ഇല്ലേ, ഒരുപാട് പ്ലാനറ്റ്സും സ്റ്റാർസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് ലെയർ കാരണം നമുക്കത് കാണാൻ പറ്റില്ല. ശരിക്കും അത് കാണാൻ പറ്റും. അത് എല്ലായിടത്തും, അത് ഭൂമിയിൽ ആ കുറച്ച് സ്ഥലങ്ങളിലേ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിലൊരു സ്ഥലമാണ്. മനസ്സിലായോ കോച്ചാ? അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും, ചൊവ്വേനെയൊക്കെ കാണാൻ പറ്റും. കാണാൻ പറ്റും. പക്ഷെ അതിൽ ഏതാ ചൊവ്വ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും ഓരോടനെ. ചൊവ്വെന്ന് പറഞ്ഞാൽ ചോപ്പല്ലേ? എല്ലാ പ്ലാനറ്റും നക്ഷത്രമായിട്ടല്ലേ കാണപ്പെടുന്നത്. ഇത് പല കളറിലെ LED ബൾബ് കത്തിക്കലായി കാണുന്നില്ല. എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. അത്രയും നക്ഷത്രമായിട്ട് ഓന് ചൊവ്വി ശരി മതി. ഇവന് ശീലായിട്ടാ, ഇവന് അറിയായിട്ടൊന്നും അല്ല. എനിക്ക് മിൽക്കി വേ കാണാനല്ല. എടാ ഒന്നുകൂടെ കാണിക്ക്. എന്തെന്ത് എന്തുകൊണ്ടു എന്തുകൊണ്ടുവന്നത്? പേര് പറയാൻ പറ്റാത്ത അല്ല, അവൻ കാണിച്ചു വേറൊരു സാരായിരുന്നു. ഒന്നുകൂടെ കാണിക്ക് നോക്കട്ടെ. നാണിക്കല്ലേ? പിന്നെ ഏറ്റവും അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ. എന്ത് വൃത്തിയിടാലേ. ഇതൊക്കെ നമ്മള് വൃത്തിയാക്കും. രാത്രി കണ്ണ് കാണാനായിട്ട് മെയിനായിട്ടേ ഇനി ഞങ്ങൾ സൂര്യോദയം കാണാൻ പോണം. സോ ലെറ്റ്സ് ഗോ. സൺറൈസ്. ആ ചേച്ചി അവിടെ നിന്ന് നല്ല വീഡിയോ. ചേച്ചി അവിടെ നിൽക്കുന്നത്, സൂര്യൻ പുറകെ കൂടെ ഉദിക്കുന്നു.
ചെരുപ്പൂരി കളി ആ ചേഞ്ച് ചെയ്. ആ പോരട്ടെ ബാധ പിടിച്ചോ എന്നാ പിടിച്ചോ. കേറിയോ മുമ്പോട്ട് ചാട്ടണ്ട. നമുക്ക് ഇവിടുന്ന് ഹായ് ഗായ്സ്. ഇവിടെ ഗൈസ് പറഞ്ഞേ. നമുക്ക് ഐലറ്റ്സ് എടുത്ത് അങ്ങനെ പോയല്ലോ. ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ. എന്തെങ്കിലൊക്കെ പ്രശ്നം. മൊത്തത്തിൽ 4 വര. പോക്കറ്റിൽ മൊത്തം മണൽ കയറും. സോനനെ മണൽ കയറി ഉണ്ടാവും, പോവില്ല. ഇവക്ക് പോക്കറ്റില്ലാത്തോണ്ട് ഇവക്ക് മണൽ കയറൂല. ആ പോക്കറ്റിൽ കയറൂലല്ലോ, പാൻറ്റിന്റെ കയറാണ്. പോവില്ല, അലക്കാലും പോവില്ല. അത് പോക്കറ്റിനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാ പോകാൻ. മൊത്തത്തില് വാഷിംഗ് മെഷീൻ നടക്കണ പോവും. ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാറില്ല ജീൻസ്. അതിന് കൈകൊണ്ട് ഇതിന് മണ്ണ. പക്ഷെ ഇത് പോകും. ഞാൻ ബാക്കിൽ നിന്ന് തള്ളിയിട രണ്ടിന് ഉരുണ്ട് ഇവിടെ എത്തുവേ. എന്റെ കൊച്ചിനെങ്ങാനും അയ്യോ അപ്പൊ ഗൈസ് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. നല്ല വെയിലായി, പക്ഷെ ചൂടൊന്നുമില്ല, തണുപ്പ് തന്നെ. കൂടീസൊന്നും ആരും ഊഴിയിട്ടില്ല. ഞാൻ ഈ ചായപാത്രം ഒന്ന് കഴുകട്ടെ. എല്ലാവരും ചായ കുടിച്ചു പോയി ചായപാത്രം ആരും കഴുകില്ല, തന്നെ കഴുകണം. അല്ലെങ്കിൽ വീട്ടിൽ പോയി ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴുകണം. ഞങ്ങളപ്പം ഞങ്ങൾ മൂവ് ചെയ്യുകയാണ്. ഇനി ഞങ്ങള് അതെ ഞങ്ങൾ മൂവ് ചെയ്യും. ഇനി കൂടുതൽ നേരം ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ രാജിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര വരുന്നുണ്ടെന്നാ പറയുന്നത്. കറക്റ്റ് രാവിലെ ഓഫീസ് ടൈമിൽ പോകുന്നതാണ്, പോകാൻ പറ്റിയ. എന്റെ ക്ലിപ്പ്. അപ്പൊ ഗൈസ് ബൈ. ഇനി അടുത്ത വ്ളോഗ് എന്താണോ അന്ന് കാണാം. കുറച്ചേരം കൂടെ കാണാൻ പറ്റും. ഞങ്ങൾ വണ്ടി ഉണ്ടെന്ന് കാണാം. ഞങ്ങള് വണ്ടി നടുക്ക് ഡെസേർട്ടിൽ കിടപ്പുണ്ട്, അത് കുറച്ചിട്ട് ബൈ ബൈ. ഞങ്ങൾ പോവാതില്ല, പക്ഷെ പെട്ടുപോയി. മണ്ണില് വണ്ടി
പൂന്തിപ്പോയി ഗൈസ്. ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ കുറെ പേര് വന്നിട്ടുണ്ട്. വന്ന ആളും കുടിക്കും, ഞങ്ങളും കുടിക്കും. ഇനി അടുത്ത ആള് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മൊത്തം 3 വണ്ടിയില്ലേ. കരച്ചില് ഞങ്ങൾ കേക്കണ്ട്. ഇതാരാ മറ്റേ എന്താ പറയാ, അല്ലല്ല ഹാരി പോട്ടറിലെ രൂപം. ഈ ഒരു തെണ്ടി കാരണമാണ് നമ്മൾ ഈ ഡെസേർട്ടിൽ ഇറങ്ങിയ. കൊടുക്ക് കുത്ത് 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 അടിക്കവന്റെ മുത്തകിട്ടടിക്ക്. ഞാൻ പറയട്ടെ എനിക്ക് ഓഫ് റോഡ് ചെയ്ത് ശീലമല്ല, പക്ഷെ ഞാൻ ഇവരൊക്കെ വീഡിയോസ് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അടിക്കടിക്ക് ടയർ പ്രഷർ മിണ്ടല്ലേ, അടിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇറക്കണ്ട കൊടുത്താണ്ട് കുത്ത്. ആ എന്ത് നോക്കിക്കണേ, ബുദ്ധിയില്ലാത്തവർ അടിച്ചിട്ട് എന്താ കാര്യം? കൊടുക്ക് സോന. ട്രാക്ടർ ഒന്നും